ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ കാനഡയിലൊക്കെ എത്തി സുഖമായിട്ട് നിൽക്കുകയാണ്. ഓൾമോസ്റ്റ് ഒരു 1 വീക്ക്. അപ്പോൾ അതിൻ്റെ ഷിഫ്റ്റിങ്ങിൻ്റെ ഒക്കെ ബിസി ആയതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. ബ്രിട്ടീഷ് കൊളംബിയ എന്ന് പറഞ്ഞ പ്രൊവിൻസിൽ സെറി എന്ന് പറഞ്ഞ ഒരു പ്ലേസിലാണ്. ബ്യൂട്ടിഫുൾ ഹൗസിങ് കോളനിയാണ്. വീടൊക്കെ അടിപൊളിയാണ്. നമ്മുടെ ഈ വൈറ്റ് കളർ വീടുണ്ടല്ലോ, അവിടെയാണ് താമസം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ബർഗറും സാൻഡ്വിച്ചൊക്കെ കഴിച്ചിട്ട് നിൽക്കുമ്പോഴായിരുന്നു നമ്മൾ പെട്ടെന്ന് കണ്ടത് കേരള കിച്ചൺ എന്ന റെസ്റ്റോറൻറ്റ്. അപ്പം വിഷ്ണു ഇങ്ങനെ പറയുന്നുണ്ട്, കാനഡ തന്നെയാണോ? കാരണം അവിടെ കംപ്ലീറ്റ്ലി നമ്മളുടെ ആൾക്കാരൊക്കെയാണ്, ഇന്ത്യൻസ് ആയിരുന്നു മെയിൻലി ഉണ്ടായത്. അപ്പോൾ കേരള കിച്ചണൊക്കെ കണ്ടു. അതിൻ്റെ ഉള്ളിലെ സെറ്റപ്പും ഓൾമോസ്റ്റ് സിമിലർ ടു നമ്മുടെ കേരള തന്നെയായിരുന്നു. ഇങ്ങനെ കഥകളിയുടെ പിക്ചറും പിന്നെ കുറേ നല്ല നല്ല ഫോട്ടോസും ഒക്കെ ഉണ്ടായി. കേരള റിലേറ്റഡ് ഫോട്ടോസൊക്കെ ഉണ്ടായി. ഇവിടുത്തെ എംപ്ലോയീസ് മിക്കവാറൊക്കെ മലയാളീസ് തന്നെയാണ്. ഇതിൻ്റെ മെനു ഒക്കെ നോക്കി വിഷ്ണു എൻ്റെ അടുത്ത് ചോദിച്ചു നിനക്ക് എന്താ വേണ്ടത്. അപ്പം ഞാൻ ആസ് യൂഷ്വൽ എൻ്റെ ഓർഡർ ബിരിയാണിയാണ്. ബിരിയാണി ഫാനാണ്. എവിടെ പോയാലും ആരെന്ത് വാങ്ങിയാലും ഞാൻ ബിരിയാണിയെ വാങ്ങാറുള്ളൂ. അപ്പോൾ ചിക്കൻ ബിരിയാണിയൊക്കെ വാങ്ങി. അതിന് $14 ആയിരുന്നു. അപ്പം $16 ആയിരുന്നു. പിന്നെ വിഷ്ണു വന്നിട്ട് പൊറോട്ടയും ചിക്കനും വാങ്ങി. അപ്പോഴായിരുന്നു നല്ല മലയാളം സോങ്സൊക്കെ കേൾക്കുന്നുണ്ട്. പെട്ടെന്ന് നാടൊക്കെ ഓർമ്മ വന്നു. ഭയങ്കര ഇഷ്ടമായി. വിഷ്ണു അപ്പോൾ പെട്ടെന്ന് നോക്കിയപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കാൻ നീ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ റെസ്റ്റോറൻറ്റ് ബാറും അറ്റാച്ച്ഡ് ആയിരുന്നതാണ് കേട്ടോ. റെസ്റ്റോറൻറ്റ് വിത്ത് ബാറായിരുന്നു. കണ്ടോ, ഈ കോൾ ബട്ടണൊക്കെ ഉണ്ട്. അവർ നമുക്ക് എന്തെങ്കിലും കോൾ ബട്ടൺസ് ഒക്കെ ഉണ്ട്. അപ്പോഴേക്കും ബിരിയാണി എത്തി. അപ്പോഴേക്കും വിഷ്ണുവിടെ പൊറോട്ടയും നല്ല ബീഫ് കറി എത്തിയിട്ടുണ്ടായി. ബിരിയാണി എനിക്ക് വലിയൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ വിഷ്ണു ഓർഡർ ചെയ്ത് ബീഫും പൊറോട്ടയും ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായി. എന്നാലും വാങ്ങിച്ചതിൽ വിചാരിച്ചിട്ട് ഞാൻ കഴിച്ചു. പിന്നെ വിഷ്ണു അതെല്ലാം ആവത്ത്, കാരണം ഭയങ്കര വലിയ ക്വാണ്ടിറ്റി ആയിരുന്നു. ഓൾമോസ്റ്റ് ഒരു 4 പീസസ് ഓഫ് ചിക്കൻ ഒക്കെ ഉണ്ടായി. അങ്ങനെ നമ്മൾ വാങ്ങിച്ചതൊക്കെ നല്ല വെട്ടിപ്പായിട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ട് കഴിച്ചിട്ട് ഇങ്ങനെ പോയി. അപ്പം അതിൻ്റെ ക്യാഷ്യറിനെ വെയിറ്റ് ചെയ്യുമ്പോഴേ അവിടെ ഒരു ബ്യൂട്ടിഫുൾ ഒരു അക്വേറിയം ഉണ്ടായി. അങ്ങനെ കണ്ടു. നല്ല ഫിഷ് ആയിരുന്നു അവിടെ. വലിയൊരു അക്വേറിയം ആയിരുന്നു. അതിൻ്റെ മുന്നിൽ ഇങ്ങനെ ആസ്വദിച്ചിരിക്കുകയായിരുന്നു. അപ്പം ബില്ലൊക്കെ പേ ചെയ്തു. നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ എൻ്റെ വിഷ്ണു നീ കാറ് താഴെയായിരുന്നു പാർക്ക് ചെയ്ത്, നീ വേണമെങ്കിൽ അവിടുന്ന് ചാടിക്കും എന്നൊക്കെ പറയുന്നുണ്ടായി. നമ്മളിങ്ങനെ മെല്ലനെ ഇങ്ങനെ നടക്കുന്നു. ചുറ്റും നോക്കുന്ന ഇന്ത്യൻ സംഭവങ്ങൾ എന്തൊക്കെയെങ്കിലും ഉണ്ട്. സ്വാഭാവികം നമ്മളിവിടെ പുറത്ത് വരും. നമ്മളുടെ ആ ഉള്ളിലെ ആ ഒരു ഇന്ത്യൻ തിങ് പുറത്ത് വരും. നമ്മളിങ്ങനെ ജസ്റ്റ് നോക്കായിരുന്നു ഇന്ത്യൻ റിലേറ്റഡ് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ. ഇങ്ങനെ വിഷ്ണു എനിക്ക് കാനഡയുടെ കാര്യം ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തത്. പ്രൊവിൻസിൽ ഓൾറെഡി വിഷ്ണു ഒരു 3-4 മന്ത്സ് താമസിച്ചിട്ടുണ്ടായി. സോ കുറച്ചൊക്കെ പ്രൊവിൻസിൽ അറിയാം. ബട്ട് ബിഫോർ സാസ്കറ്റൂണിലായിരുന്നു കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് റൂൾസ് ആയിരുന്നു. അപ്പം വെൻഡീസ് കണ്ടപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ നിനക്ക് ബർഗർ വേണോ, നിനക്ക് ബർഗറിനോട് ഇപ്പോൾ താല്പര്യമില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ മടുത്തു കേട്ടോ. നാട്ടിലൊക്കെ ആകുമ്പോൾ വല്ലപ്പോഴും ബർഗേഴ്സ് കിട്ടാറുള്ളൂ. പക്ഷേ ഇവിടെ എത്തിയിട്ടും 2-3 ദിവസം അതൊക്കെ തന്നെ ഇപ്പം നിർത്തുപോയി. അപ്പം ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. നല്ല ബ്യൂട്ടിഫുൾ സ്പോട്ടാണ് കേട്ടോ. ഇതൊക്കെയാണ് പാർക്കിങ് ചെയ്തത്. ഇപ്പോൾ ബ്യൂട്ടിഫുൾ സ്പോട്ടാണ്. ഇപ്പം വിഷ്ണു പറഞ്ഞു അവിടെ ഒരു പിസ്സ ഹട്ട് ഉണ്ട്, അതിന് ആൻഡ് ഇന്ത്യൻ ക്വിസിന് എന്നൊക്കെ പറയാനുണ്ടായി. പക്ഷേ നമുക്കിനി അടുത്തത് അവിടെ ഒന്ന് ട്രൈ ചെയ്യാൻ പോകണം. അടുത്ത സ്പോട്ട് നമുക്ക് അവിടെ ട്രൈ പിസ്സ ഹട്ട് ഇന്ത്യൻ ക്വിസ്. അപ്പോൾ അതൊക്കെ കണ്ടു വണ്ടിയുടെ അടുത്ത് പോവാം. അപ്പം പിന്നെന്താ, അത്രയുള്ള ഈ വീഡിയോയിൽ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നത്. ബൈ.